ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ദീപ്തിയും വേദിയും കൂടിയും വരുണിനെ കാണാൻ വരുന്നുണ്ട്. അവസാനമായിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ദീപ്തിക്കാണെങ്കിൽ വരുണിനെ കാണുമ്പോൾ വല്ലാതെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടിക്കരയുന്നുണ്ട്. വേദ വരുണിനെ കയറി കാണാൻ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ശ്രീകാന്താണ്, വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയാണ്, വിക്രത്തിന് ഇതിൽ യാതൊരു പങ്കും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ആ സമയത്ത് നമ്മുടെ രാജേട്ടനൊപ്പം ജോസഫിൻ്റെയും കൂടെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വേദ അത് വിശ്വസിച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണുന്നുണ്ട്. ശ്രീകാന്തിനെ കണ്ടിട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. നിങ്ങളാണല്ലേ ആ വിക്രത്തിൻ്റെ പിന്നിൽ, ഇതിനൊക്കെ പണി നിങ്ങളാണല്ലേ ഒപ്പിച്ചതെന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേദ ഉള്ളിലേക്ക് പോണ്ട് വരുണിനെയൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ വാസവനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട്. സുധാകരൻ മാഷിനെ ഉന്തിയൊക്കെ വിടുന്നുണ്ട്. എന്തായാലും വിക്രത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ വാസവൻ പറയണ്ട. ആ സമയത്ത് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ആകെ തളർന്നിട്ട് ബോധം കെടുന്നുണ്ട്. കമലേനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിനാണ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഹം. അവ അമ്മയെ കാണാൻ പതുക്കെ, ആരും ഇല്ലാത്ത സമയത്ത് പതുക്കെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ അവൻ അവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് അവനെ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം വേഗം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കാട്ടിലേക്ക് ഓടുന്ന സമയത്താണ് നമ്മുടെ വാസവൻ അവനെ വന്നിട്ട് വെടി വെച്ചിട്ട് വീഴ്ത്തുന്നുണ്ട്. ആ സമയത്താണ് വേദിയും ജോസഫും കൂടി അങ്ങോട്ട് കയറി വന്നിട്ട് എന്തായാലും വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചിട്ട് വിക്രത്തിനെ രക്ഷിക്കുന്നുണ്ട്. എന്തായാലും വിക്രത്തിന് ആർക്കും വിട്ടുകൊടുക്കാതെ വേദ രക്ഷിച്ച് കൊണ്ടുവരും. അവൾ ആർക്ക് വേണ്ടിയിട്ടാണ്, വീടിനും വിക്രത്തിനും വേണ്ടിയിട്ടുമാണ് അവരെ വിട്ടിട്ട് പിരിയാൻ നോക്കിയത്. പക്ഷേ അവർക്കൊരു അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് ഇനി അവൾ ഒരിക്കലും പോവില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.